നമസ്കാരം. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രവും അവരുടെ നിരീക്ഷണ ഗോപുരവും എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു. അതേസമയം ഹിസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ശക്തമായ തോതിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തി. റോക്കറ്റ് ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ഈ റോക്കറ്റുകളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർക്കുകയായിരുന്നു. എന്നാൽ മെറ്റുല മേഖലയിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച റോക്കറ്റ് ജനവാസ മേഖലയിലാണ് പതിച്ചത്. ഒരു കെട്ടിടത്തിന് സാരമായ തകരാറുകൾ ഇവിടെ സംഭവിച്ചു. എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 10ഓളം റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത്. ലെബനനിലെ നഫ്താലി മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രധാനമായും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അയക്കുന്ന റോക്കറ്റുകൾ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ തകർക്കുന്നുണ്ട് എങ്കിലും ഇത് പലപ്പോഴും ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ വനപ്രദേശങ്ങളോ ചെന്ന് വീണ് അവിടെ തീപിടുത്തം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഇസ്രായേൽ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. എല്ലാ മേഖലകളിലും ഫയർ എഞ്ചിനുകളും മറ്റും സജ്ജീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത്. ഈ വ്യാപകമായ തീപിടുത്തങ്ങൾ കാരണം പലപ്പോഴും ജനവാസ മേഖലകളിലൊക്കെ തന്നെ വലിയ ദുരിതങ്ങളാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടും. ഈജിപ്ത് ഭരണാധികാരികളും മറ്റ് മധ്യസ്ഥരുമായി ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആന്റണി ബ്ലിങ്കൻ ചർച്ച ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി നിരവധി അമേരിക്കക്കാരായ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. പല ബന്ദികളെയും ഇതിനോടകം തന്നെ ഹമാസ് തീവ്രവാദികൾ വധിച്ച സാഹചര്യത്തിൽ അമേരിക്കയിലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ബന്ദികളെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ശക്തമാവുകയാണ്. ഈ ബന്ദികൾ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ ഈ ബന്ധുക്കൾ സർക്കാരിനോട് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ആന്റണി ബ്ലിങ്കൻ വളരെ പെട്ടെന്ന് തന്നെ ഈജിപ്തിലെത്തി എങ്ങനെയെങ്കിലും ഈ ചർച്ചകൾ സംഘടിപ്പിച്ച് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് പല ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്രായേലിന് വൻതോതിലുള്ള പ്രതിരോധ സഹായം അമേരിക്ക നൽകുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ നാട്ടുകാരായ ബന്ദികൾ ഹമാസിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചൊക്കെ ഏറെ അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഈജിപ്തിനെ കൂടാതെ ഖത്തറും അമേരിക്കയുമെല്ലാം ഈ മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ സജീവ പങ്കാണ് വഹിക്കുന്നത്. ഖത്തറിനെ സംബന്ധിച്ച് ഹമാസ് തീവ്രവാദികൾക്ക് അഭയം നൽകി എന്ന പേരുദോഷം ഒഴിവാക്കേണ്ട കാലഘട്ടം കൂടിയാണിത്. ഖത്തറിൽ കഴിയുന്ന പല ഹമാസ് നേതാക്കളോട് ഇതിനോടൊപ്പം തന്നെ രാജ്യം വിട്ടു പോകാൻ ഖത്തർ ആവശ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ച് ഈ വിഷയത്തിന് എത്രയും വേഗം പരിഹാരം കാണുക എന്നുള്ളത് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുന്നു. അതേസമയം ഇസ്രായേലിനാണെങ്കിൽ എത്രയും വേഗം ഈ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനും തങ്ങളുടെ ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ അവർ തേടുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇസ്രായേൽ സൈന്യം അടുത്തെത്തിയാൽ ബന്ദികളെ വധിക്കാനാണ് ഹമാസ് ഉന്നത നേതൃത്വം തീവ്രവാദികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇസ്രായേലിനെയും അമേരിക്കയും എല്ലാം ഇപ്പോഴും ഏറെ ഭയപ്പെടുത്തുന്നത്.